കഫക്കെട്ട് ഇല്ലാതാക്കാനും സന്ധിവാതം അകറ്റാനും പനിക്കൂർക്ക ജ്യൂസ്. നവര, കഞ്ഞിക്കൂർക്ക, കർപ്പൂരവള്ളി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പനിക്കൂർക്കയ്ക്ക് ശിശുക്കളിലും മുതിർന്നവരിലും കഫത്തെ അകറ്റാനുള്ള സവിശേഷ ശേഷിയുണ്ട്. ഇത് എങ്ങനെ ജ്യൂസാക്കി കുടിക്കാമെന്ന് നോക്കാം. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. പനിക്കൂർക്ക കൊണ്ട് ടേസ്റ്റിയും ഹെൽത്തിയുമായ ജ്യൂസ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായി പനിക്കൂർക്ക ഇല, ഇഞ്ചി ചതച്ചത്, നാരങ്ങാനീര്, തേൻ അല്ലെങ്കിൽ പഞ്ചസാര, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് അടിച്ചെടുക്കുക. അരിച്ച ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കുടിക്കാം. ആവശ്യമെങ്കിൽ ഐസ് ക്യൂബ്സും ഇടാവുന്നതാണ്. പനിക്കൂർക്ക നമുക്ക് എങ്ങനെയൊക്കെ കഴിക്കാം? 1. നവജാത ശിശുക്കളിൽ നീരിളക്കം തടയുന്നതിന് പനിക്കൂർക്ക ഇല വാട്ടി നെറുകയിൽ വയ്ക്കുന്നത് ഫലപ്രദമാണ്. മാത്രമല്ല, നീറിപ്പുകയുന്ന ലേപനങ്ങളൊന്നും പുരട്ടിക്കൊടുക്കാനാവാത്ത പ്രായത്തിൽ കുഞ്ഞ് കിടക്കുന്നതിനടുത്ത് 2-3 ഇലകൾ ചതച്ചു വെച്ചു കൊടുത്താൽ മൂക്കിലെ കഫം നീങ്ങി നന്നായി ശ്വാസമെടുക്കുന്നതിന് സഹായമാണ്. 2. സന്ധിവാതം ബാധിച്ചവർക്ക് ചെടിയുടെ ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കാം. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഈ കഷായം ദിവസങ്ങളോളം കഴിക്കാം. 3. പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതും ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, പനി എന്നിവയെ അകറ്റുന്നു. 4. ഇലകൾ ഒരു സ്പൂണിലോ തവിയിലോ എടുത്ത് ഇളം തീയിൽ ചൂടാക്കി വാട്ടിപ്പിഴിഞ്ഞെടുക്കുന്ന നീരിൽ അല്പം തേൻ ചേർത്ത് നൽകിയാൽ ശിശുക്കൾക്കും മുതിർന്നവർക്കും ചുമ, കഫക്കെട്ട്, ജലദോഷം എന്നിവ ശമിക്കും. ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് കഫശല്യം, ചൊറിച്ചിൽ, ശരീരവേദന തുടങ്ങിയവ അകറ്റുന്നതിന് നല്ലതാണ്. 5. തലയിൽ തേക്കാനായി എണ്ണ കാച്ചുമ്പോൾ പനിക്കൂർക്കയുടെ ഇലകൾ അരച്ചു ചേർത്താൽ നീർവീഴ്ചയും ജലദോഷവും ഇല്ലാതാകും. 100 മില്ലി വെളിച്ചെണ്ണയിൽ 10 മുതൽ 15 ഇലകൾ അരച്ചെടുത്തത് ചേർക്കുക. ചൂടായി തുടങ്ങുമ്പോൾ ഇലയിലെ ജലാംശം പൊട്ടിത്തെറിക്കുന്നതായി കാണാം. തുടർന്ന് 2-3 മിനിറ്റ് ചൂടാക്കി ഇലകൾക്ക് തവിട്ടു നിറമാകുമ്പോൾ തീയണയ്ക്കാം. എണ്ണ തണുക്കുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാം. 6. ഇതിന്റെ ഇലകളുടെ ഗന്ധം മുറികളിലെ പല്ലിയുടെയും പാറ്റയുടെയും ഉൾപ്പെടെ പ്രാണികളുടെയും ശല്യമകറ്റാൻ സഹായകമാണ്. തലമുടി വളരുന്നതിനായി മൈലാഞ്ചി, നെല്ലിക്ക തുടങ്ങിയവ അടങ്ങിയ വിവിധ ഹെയർ പാക്കുകളും നരയകറ്റുന്നതിനുള്ള ഡൈയും മറ്റും തലയിൽ പുരട്ടിയിരിക്കുമ്പോഴുള്ള നീരിറക്കം ഒഴിവാക്കുന്നതിന് പ്രസ്തുത മിശ്രിതത്തിൽ പനിക്കൂർക്ക കൂടി അരച്ചു ചേർക്കുന്നത് ഏറെ ഫലപ്രദമാണ്. 7. പനിക്കൂർക്ക ദഹനത്തെ നന്നായി സഹായിക്കുന്നു. ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇതിൻ്റെ പച്ച ഇലയും ഒരു ചേരുവയാക്കാം. ബജി ഉണ്ടാക്കാനും ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ഉണക്കിപ്പൊടിച്ച ഇലകൾ ഇന്ത്യൻ ഒറിഗാനോ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാണ്. ഇത് മസാലപ്പൊടികളിലും മറ്റും ചേർക്കാറുമുണ്ട്. 8. പനിക്കൂർക്ക ഇലയുടെ സത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ, അണുബാധ, പ്രാണികളുടെ കടി, മുറിവുകൾ എന്നിവ ഒഴിവാക്കുന്നു. ചർമ്മരോഗങ്ങൾ, താരൻ, വിവിധതരം അലർജികൾ എന്നിവയുടെ ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.